ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിൻ്റെ 128ാമത്തെ മെനു ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മെനുവിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 റെസിപ്പീസാണ്. ഒന്ന് കൂർക്കയും കായും കൊണ്ടുള്ള ഒരു കറിയും, പിന്നെ പപ്പടം കൊണ്ടുള്ള ഒരു തോരനും, പിന്നെ ഓംലെറ്റും സാലഡും, പിന്നെ കുറച്ച് അച്ചാറൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനു റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുകൂടാതെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിൻ്റെ ഒക്കെ റെസിപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കൂർക്കയും കായും കൊണ്ടുള്ള പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കായും കൂർക്കയും കൂടി ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്ക് ചെയ്യുന്നതിന് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ, ജീരകം, ചെറിയുള്ളിയും കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് തിരിച്ചു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ പുളിയിൽ കിടന്നിട്ട് ഈ കൂർക്കയും കായും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്ന ഉടനെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും ഒരു ചെറിയ തിള വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക്, മുളക്, ചെറിയുള്ളിയും കൂടി നന്നായിട്ട് വറുത്തത് ചേർത്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ കൂർക്കയും കായും കൂടിയുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കാം. ഇത് സൂപ്പർ സിമ്പിളാണ്. അപ്പോൾ ഇതിന് മീഡിയം ഹൈ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പപ്പടം എന്താ ഇങ്ങനെ സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ പപ്പടം പൊടിച്ചിട്ടാലും മതി, ചെറുതെ കഷ്ണങ്ങളായിട്ട്. അത് ഫ്രൈ ചെയ്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുകിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നും പരിപ്പും, പിന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി ചുവന്ന് വരണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചുവന്ന മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് ചതച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മിക്സ്ചർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പപ്പടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പപ്പടത്തോരൻ സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ബാക്കി പപ്പടം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇത് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോഴേ പപ്പടത്തിൻ്റെ കുറച്ചൊരു ക്രിസ്പിനെസ് എങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 റെസിപ്പീസ്. ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.